ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ചെയ്യും നമ്മുടെ മാഹിയും ഡാഡിയും ഒക്കെ അങ്ങ് പോയി. നമ്മുടെ മൽക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലിൻ്റെ ഒരു മൂഡിലുമായിരുന്നു. നൂർജമാനെ കാണണ അതിനാണോ നീ താഴെ ഇരിക്കുന്നത്? എനിക്ക് എന്താണ് നമ്മുടെ മക്കുവിൻ്റെ കരച്ചിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും മാറുന്നില്ല. നൂർജമ്മ വേണം, എല്ലാവരും വേണം എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ പിന്നെ അവൾക്ക് എന്തെങ്കിലും കൈ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ അവൾ ഏകദേശം ഒന്ന് ഓക്കെ ആയി. കംപ്ലീറ്റ്ലി ഓക്കെ അല്ല, പക്ഷേ എങ്കിലും ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയി. അവൾ പിന്നെ അവളുടെ പരിപാടീസൊക്കെ അങ്ങ് തുടങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എയർപോർട്ടിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും എന്നറിയാം. എങ്കിലും നമ്മൾ ജസ്റ്റ് കയറി നമുക്ക് ആവശ്യപ്പെട്ട ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. വലിയൊരു ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഭയങ്കര ചൂടുമായിരുന്നു, ഒരു AC ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. എന്താ കിടന്ന് നക്കുന്നത്? സെൽഫ് സർവീസ് ചൂടെടുക്കുന്നു AC നിങ്ങൾക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. റിച്ച് മാൻ. എങ്ങോട്ടേക്ക് പോണത്? പറക്കാൻ പോവാ പറ. അപ്പൊ പറന്നിട്ട് വരാ പറ. ബൈ. മിസ് ചെയ്യുന്ന അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു. ഉമ്മയും മാഹിയും ഒക്കെ പോയതിൻ്റെ ശേഷം അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ. പിന്നെ വരണ്ടേട്ടാ. ബൈ പറ മോളെ, ടാറ്റ പറ മേഘനോട്. അങ്ങനെ ഞങ്ങൾ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇതേ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഗേറ്റിലേക്ക് നടക്കുകയാണ്. നമുക്ക് വേറെ ആരോടും യാത്ര പറയാനില്ലായിരുന്നു, കാരണം എല്ലാവരും പോയി. ബ്രദർ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അങ്ങനെ ബ്രദറിൻ്റെ അടുത്തും യാത്ര പറഞ്ഞതേ നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് എയർപോർട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് മെഗറിനെ കാണണം? നമുക്ക് പപ്പനെ കാണാൻ പോണ്ടേ? വെള്ളം കുടിച്ച ഓപ്പൺ ചെയ്യണോ? കുടിച്ചോ, മിൽക്ക് കുടിക്ക്. പിന്നെ മൽക്ക പിന്നെയും ടെറർ മൂഡ് അങ്ങ് തുടങ്ങി. എല്ലാവരും കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായി. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായി. അപ്പോൾ പപ്പൻ്റെ അടുത്ത് പോണ്ടേ? നമുക്ക് പപ്പൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് ടൈഗറിൻ്റെ അടുത്തും ഡാഡിൻ്റെ അടുത്തും ഒക്കെ പോകട്ടാ. ആദ്യം പപ്പച്ചിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടുന്ന് കാറിൽ നിന്ന് വരാട്ടാ. അവർക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വരാം. ഓക്കെ? ഡാഡിക്കും മെഗറിനും നൂർജമ്മാക്കൊക്കെ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പപ്പൻ്റെ കൂടെ കാറിൽ വരാം. ഓക്കെ? അതിനാണ് നമ്മൾ പോണത്. ഓക്കെ? നല്ല കുട്ടിയാണ് കേട്ടാ. അങ്ങനെ ഞാൻ മൽക്കയുടെ മൂഡൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടേക്ക് മൽക്കനായിട്ട് പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ വാങ്ങിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഒരു ജ്യൂസൊക്കെ എടുത്തു. അവൾ പിന്നെ കുറച്ചൊക്കെ ഹാപ്പി ആവാൻ തുടങ്ങി. അവളുടെ മൈൻഡൊക്കെ ഒന്ന് മാറി തുടങ്ങി ജ്യൂസൊക്കെ കുടിച്ചപ്പോഴേക്കും. നമ്മൾ ഉറങ്ങാനാണ് വന്നത്. ടേസ്റ്റ് ഉണ്ടോ? പുളിമാങ്ങയോ? എന്താ കുടിച്ചോ? എങ്ങനെയുണ്ട് മൽക്ക? പുളിമാങ്ങ അമ്മച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യമ്മി.
150 ഉറുപ്പ്യൻ്റെ ജ്യൂസാണ് മൾക്ക. 150 ഉറുപ്പ്യൻ്റെ ജ്യൂസാണ് ഇങ്ങനെ പാടിയതില്ലേ. പാടിപ്പോയി. ഇപ്പൊ തന്നെ പോണോ? അതിന് ടൈമായാലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പോണം. എന്നിട്ട് എന്തിനാ പോയിട്ട്? കാണാനോ? എന്നിട്ട് സ്ട്രോബെറി ഒക്കെ തിന്നാനാ? അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടാ. ഫ്ലൈറ്റ് വരുള്ളൂ. നമുക്ക് പോണ്ടേ പ്ലെയിനിൽ? കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ ഓക്കെ പോവട്ടെ. ടൈമായാലേ പോവാൻ പറ്റുള്ളൂ. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ എയർപോർട്ടിൽ ചുറ്റിത്തിരിയലും ഒക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇതേ മൽക്ക ഫ്ലൈറ്റിൽ കയറുകയാണ്. മൽക്ക ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളുടെ ഫസ്റ്റ് ടൈം ഒന്നുമല്ല, അവൾ ജനിച്ചപ്പോൾ മുതലേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും ഓർമ്മ വെച്ചത് ഇപ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക്. കാരണം അവൾക്കൊരു മെമ്മറബിളായിട്ട് തോന്നുന്നതൊക്കെ ഇപ്പോഴാണെന്ന് തോന്നുന്നു, കുറച്ചും കൂടി വലുതായതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഇതേ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. ഫുഡൊന്നും ഫ്ലൈറ്റിൽ നിന്ന് തരുന്നതല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ്. അങ്ങനെ ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. മൽക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മോള് ഇതേ നല്ലൊരു ഉറക്കം ഉറങ്ങി. കാരണം അത്യാവശ്യത്തിലധികം ടൈം ആയിട്ടുണ്ടായിരുന്നു. 9:30 നമ്മുടെ ഫ്ലൈറ്റിൽ നാട്ടിലത്തെ ടൈമായിരുന്നു. അബുദാബിയിൽ നമ്മളൊരു 12:30 1 മണി ആ ഒരു ടൈമിലാണ് എത്തുന്നത്. അങ്ങനെ ഇതേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതോടുകൂടി ഇതേ നമ്മുടെ ലാൻഡിങ് ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. മൽക്ക ഭയങ്കര ഉറക്കത്തുനിന്ന് എണീറ്റൊരു മൂഡായിരുന്നു. അങ്ങനെ ഇതേ നമ്മുടെ ലഗേജസൊക്കെ കളക്ട് ചെയ്തു. മൽക്കേനെ ഞാൻ അതിൻ്റെ മേലെ അങ്ങ് കയറ്റിയിരുത്തി. അപ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഇതേ നമ്മുടെ സെല്ലു എത്തിയിട്ടുണ്ട്. സെല്ലു ഫ്ലവറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതേ അവരുടെ സ്നേഹപ്രകടനങ്ങളായിരുന്നു കുറച്ച് ടൈമിന് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഇതേ നമ്മളിവിടെ സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും. അങ്ങനെ എനിക്ക് ഫ്ലവർ കിട്ടിയാ? ഫ്ലവർ കിട്ടി? ആരാ തന്നത്? സന്തോഷമായ പപ്പനെ കണ്ടപ്പം? സന്തോഷമായ പപ്പത്തിനെ കണ്ടപ്പം? അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത് എല്ലാവരും ചെയ്യണം, സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ. അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.